നമസ്കാരം. രാഹുൽ തൂക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതേ നമ്മുടെ പോത്തിൻ്റെ കാലില്ലേ, കാല് കൊണ്ടുള്ളൊരു കറിയാണത്. ചേമ്പും പോത്തിൻ്റെ കാലും കൂടി. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു മെയിൻ വ്യൂവറുമാണ്. നമ്മുടെ ദുബായിലുള്ള സുബീഷ് ശിവദാസ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മളത് ഇന്ന് ഈ വീഡിയോയിൽ അതാക്കിയാണ്. പുള്ളി മാത്രമൊന്നുമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആര് പറഞ്ഞാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഡിഷുകൾ നമ്മൾ ചെയ്യും. അപ്പോൾ പുള്ളി റിക്വസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യണത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളേ പോത്തിൻ്റെ കാല് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് നുറുക്കിയാണ് മേടിച്ചേക്കണം. അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. നമ്മളൊരു മേടിച്ചിട്ട് തന്നെ 3-4 പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ. എന്നാലും ഇത് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നുണ്ട്, ഒരു ശകലം മീറ്റ് ഇതിലുണ്ടാകണം, എന്നാലും അതിന് ടേസ്റ്റ് വരുള്ളൂ. അത്യാവശ്യം നെയ്യും വേണം. വേണ്ട, പോത്തിൻ്റെ കാലാണ് നമ്മൾ നുറുക്കി മേടിച്ചതാണ്. വേണ്ട, ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കേ അത് വേവിക്കാനായിട്ട് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുക്കണം. എന്നിട്ട് ഇടാൻ നമ്മൾ പ്രത്യേക രീതിയിലാണ് വേവിക്കണം. എല്ലാം കൂടിയിട്ട് വേവിക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കഴിഞ്ഞു. ഇത്തിരി പച്ചമുളകുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ എത്തിട്ട് ഒന്ന് ചതച്ചാൽ മതി. പൊട്ടിക്കുക. ഇതിപ്പോൾ നമ്മൾ ഇറച്ചി മറ്റേ എല്ല് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിതേ കുറച്ച് വേപ്പില, ഇതേ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, അതെ ഇത്തിരി ചെറിയ ഉള്ളി, അത് അതേപടി അങ്ങനെ ഇട്ടായിരുന്നു കേട്ടോ. ചതക്കൊന്നും വേണ്ട, അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് കുറച്ച് സവാള ഇപ്പം ഇടുമ്പോൾ കുറച്ച് ഇടാവുള്ളൂ കേട്ടോ. നമുക്കിത് പകുതി ആകുമ്പോൾ വീണ്ടും ഇടാനുള്ളതാണ്. അതുകൊണ്ടാണ് അതെ ഇത്തിരി പച്ചമുളക് ചതച്ചത്. നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് മുങ്ങി നിൽക്കാൻ പാകത്തിന് നല്ല വേവുള്ളതാണ്, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കുക. മുളക് പൊടി, മുളക് പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാലയും കൂടി ഇടുക. ഒരു ഉപ്പും കൂടി ഇടുക കേട്ടോ. ഇതേ കുറച്ച് ഉപ്പ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നും കണ്ടൊന്ന് വേവിക്കാം. മൂടി വെക്കണം. അപ്പോൾ ഇതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം പിടിക്കും ഇത് വെന്ത് വരാൻ. നമുക്കേ ആ എല്ല് പാകമായിട്ടിരിക്കണം, വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളേ തേങ്ങ വറുക്കണിലേക്ക് ചേർക്കുന്ന സാധനം ഇതേ വേപ്പില, ഒരു 3-4 ഉള്ളി വെളുത്തുള്ളി സാധനം ഇടണം. അതിൻ്റെ കൂടുതൽ നമ്മൾ തേങ്ങ ഇടുക. തേങ്ങ നമ്മൾ കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് മൂക്കട്ടെ. നമുക്ക് തേങ്ങ ഒരു പകുതി വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തേങ്ങ മൂത്ത് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ഇത് ജാതിക്ക ചതച്ചതാണ്, പിന്നെ കുരുമുളകും ഗ്രാമ്പും, അതെ പട്ട, ഏലക്ക, തക്കോലം, കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കിക്കാം. ഇതുണ്ട് ആ തേങ്ങയും മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇവിടെ മൂക്കാനുണ്ട്. അപ്പോഴേക്കും അതിന് മുമ്പ് തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി,
അവസാനമായിട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് നമുക്കിത് മൂത്ത് കഴിയുമ്പോണ്ടല്ലോ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നത്. അത് തേങ്ങ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമുക്ക് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നല്ല തയ്യായിരിക്കല്ലേ. ഇത് നമ്മളേ പാത്രത്തിലോട്ട് കോരിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്താൽ ഇറക്കണ്ട, പൊടിച്ചെടുക്കാം. ഇതേ നമ്മുടെ എല്ല് ശരിക്കും തിളച്ച് പറ്റാറായി കേട്ടോ. അത് വേവുമായിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പച്ചസവാള ഇട്ട് കൊടുക്കണം കേട്ടോ. സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളേ ആ നേരത്തെ തേങ്ങ വറുത്തില്ലായിരുന്നു, അതേ നമ്മൾ എന്താ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇടുക. ഇത് ഏകദേശം വേവായി കഴിയുമ്പോൾ വേണം കേട്ടോ ഇത് ഇടാൻ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ശകലം മല്ലിയില. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഫ്ലേവറിന് വേണ്ടി ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ അപ്പോഴേ ഒരു പാടയിലേക്ക് നമുക്കിതൊന്ന് പകർത്താം. ഇതിന് ഇതൊക്കെ കോരി ഇപ്പോൾ നമ്മളുണ്ടല്ലോ അതിലേക്ക് ഗാർണിഷ് ചെയ്യണം. അതെ ഓണിയൻ റിങ്സ് ആയിട്ട് തന്നെ ഇടുക. മേളിലൊന്ന് ഇങ്ങനെ അങ്ങോട്ട് തൂടി കൊടുക്കുക. നമ്മളപ്പോഴേ അതിന് സൈഡായിട്ട് എടുക്കുന്നത് ഇതാണ് ചേമ്പ്. നമുക്കൊന്ന് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇതിലേക്ക് ഇത് വെള്ളം ഒഴിക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിടണം. ചേമ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് പോരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചേമ്പ് കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ. പിന്നെ നെയ്യുണ്ട് കേട്ടോ. ചേർത്ത് നോക്കിയിട്ട് പറയട്ടോ. വേണ്ട പൊളി. ഞാനതാ അഭിപ്രായം പറഞ്ഞു. ശരത്ത് പറയട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറഞ്ഞ ശരിയല്ല. എങ്ങനെയുണ്ട് ഇത്? സൂപ്പർ. നിങ്ങൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? നമുക്കിടെങ്കിൽ സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല. എടുത്തു അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സ്മീ ജോസ് കൃഷ്ണകുമാറിനൊപ്പം സൈനിങ് ഔട്ട്. ചടങ്ങാണ് കൊട്ടിയെടുക്കുന്ന ചടങ്ങാണ്. കണ്ടാ ഇതും കൂട്ടി ഒന്നും പറയാനില്ല.